الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمدا عبد الله ورسوله إمام الأنبياء والمرسلين وأفضل خلق الله أجمعين أما بعد പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഇസ്ലാമിനെ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനത്തിനു വേണ്ടിയും സന്തോഷത്തിനു വേണ്ടിയും പ്രവാചകന്മാരാൽ നിയുക്തമായ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന IS എന്ന ഇസ്രായേൽ സന്തതി, സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് IS എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് എന്ന്. അത് തികച്ചും തെറ്റാണ്. ഇസ്രായേൽ സ്റ്റേറ്റ് എന്നാണ് അതിന്റെ യഥാർത്ഥ പേര്. ആ ഇസ്രായേൽ സ്റ്റേറ്റ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജുഗുപ്സാവഹമായ, വിമർശിക്കപ്പെടേണ്ട, ഒരു തരത്തിലും അംഗീകരിക്കാൻ മുസ്ലിമീങ്ങൾക്കോ സമൂഹത്തിനോ കഴിയാത്ത പ്രവർത്തനങ്ങൾക്ക് എതിരെ മുസ്ലിം സമൂഹം എപ്പോഴും കരുതിയിരിക്കണം, ബോധവാന്മാരായിരിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം, അതിന്റെ തുടക്കം വിശുദ്ധമായ ഖുർആൻ ആധികാരിക പ്രമാണമാണത്. ഒന്നാമതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തുടക്കം അതാണ്. കരുണാമയനായ അള്ളാഹുവിന്റെ നാമത്തിൽ, കാരുണ്യമാണ് അവിടെ. ആ വിശുദ്ധ ഖുർആന്റെ അവസാനത്തെ വചനം, സൂക്തം, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. അവിടെയൊക്കെ ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്, മുസ്ലിങ്ങളെയല്ല, ജനങ്ങളെ. കാരുണ്യം കൊണ്ട് തുടങ്ങി ജനങ്ങളെ കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന വിശുദ്ധമായ ആ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി IS നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ സമൂഹത്തെ ബോധവാന്മാരാക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, 4-ാം അധ്യായം 1-ാം വചനം, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരൊറ്റ ശരീരത്തിൽ നിന്നാണ് നിങ്ങളൊക്കെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് എന്നാണ് വിളിച്ചത്. 4-ാം അധ്യായം 1-ാം വചനം. ഓ മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല, എല്ലാ മനുഷ്യരുടെയും, ആകാശത്തിന്റെ താഴത്ത് താമസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മാതാവും പിതാവും ഒന്നാണെന്ന് ഖുർആൻ പറയുന്നു. വിശുദ്ധമായ ഖുർആൻ 5-ാമത്തെ അധ്യായം 32-ാമത്തെ വചനം, മനുഷ്യരെ കൊല്ലാനല്ല പഠിപ്പിച്ചത്, ഏതൊരു മനുഷ്യനും ജീവിക്കാനുള്ള അവകാശമാണ് നൽകിയിരിക്കുന്നത്. മിൻ അജലി ദാലിക ഖതബ്നാ അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ, നഫ്സൻ എന്നാണ് പറഞ്ഞത്, മുസ്ലിം എന്നല്ല, ഒരു ശരീരത്തെ കൊന്നാൽ ഭൂമി ലോകത്തിലുള്ള സകലമാന മനുഷ്യരെയും കൊന്നവനെ പോലെയാണവൻ. വിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം 32-ാമത്തെ വചനമാണ്. വിശുദ്ധമായ ഖുർആൻ 49-ാമത്തെ അധ്യായം 13-ാമത്തെ വചനങ്ങള്, യാ അയ്യുഹന്നാസ്, തുടക്കം, ഓ മനുഷ്യരെ, ഓ മനുഷ്യരെ എന്നാണ് വിളിച്ചത്. വിശുദ്ധമായ ഖുർആനിൽ 21 സ്ഥലങ്ങളിൽ ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്തുകൊണ്ട് ജീവിക്കാൻ അനുവാദം നൽകുകയാണ്. ഇതാണ് പരിശുദ്ധമായ ഖുർആന്റെ പ്രയോഗം, അള്ളാഹുവിന്റെ പ്രയോഗം. മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കുക, മനുഷ്യരെയാണ് അവിടെ പ്രതിദാനം ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇനി മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് വന്നാലോ, സൗഹാർദ്ദത്തിന്റെ മരക്കൊമ്പിലിരുന്ന് പൂപ്പുഞ്ചിരി തൂവുകയും ഒരിറ്റു വെള്ളം ചോദിച്ചു വന്നവന് ഒരു അലകടൽ സംഭാവന ചെയ്ത്, ഒരു മന്ദസ്മിതം ചോദിച്ചു വന്നവൻ ഒരു മന്ദമാരുതനെ കൊടുത്ത്, ഒരു പൂവ് ചോദിച്ചു വന്നവൻ ഒരു പൂന്തോപ്പ് നൽകി, ഞാൻ പോകട്ടെ എന്ന് അനുയായികളോട് യാത്ര ചോദിച്ച് റഫീഖുൽ അഅലയിലേക്ക് പറന്നുപോയ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സൗഹാർദ്ദമല്ലാത്തത്, മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുന്നത് എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? മനുഷ്യനെ കൊല്ലുക പോയിട്ട് ഒരു മൃഗത്തെ പോലും, ഒരു ജീവിയെപ്പോലും നിങ്ങൾ കൊല്ലരുത് എന്ന് പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് നബിയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി ഇസ്ലാം അല്ലെങ്കിൽ അവനെ കൊന്നുകളയണമെന്ന് പഠിപ്പിക്കുകയും ആ പതാക കറുത്തതാവുകയും ആ പതാകയുടെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ലേഖനം ചെയ്യുകയും നീളമുള്ള താടിയും കനത്ത തലപ്പാവും കെട്ടി ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ചെയ്യുന്നതൊക്കെ
അത് ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഞങ്ങളുടെ പ്രമാണങ്ങൾക്കെതിരാണ്, അള്ളാഹുവിന്റെ തത്വങ്ങൾക്കെതിരാണ്, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ജീവിത ദർശനങ്ങൾക്കെതിരാണ്. ഇത് ഇസ്ലാമിനോടുള്ള ശക്തമായ എതിർപ്പ്, ഇസ്ലാമിനോടുള്ള ഭയം. ഇസ്ലാമാണ് ഇനി വരും നൂറ്റാണ്ടിൽ ലോകത്തെ നയിക്കാനുള്ളത്, സംശയിക്കണ്ട. ഇസ്ലാമാണ് വരും നൂറ്റാണ്ടിൽ ലോകത്തെ നയിക്കാനുള്ളത്. ലോകം ആഗ്രഹിക്കുന്നത് ഇസ്ലാമിനെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനോടുള്ള ഭയം ഉണ്ടാക്കി തീർക്കാൻ ഇസ്രായേൽ നടത്തുന്ന തന്ത്രം എന്താ നിങ്ങൾക്ക് സംശയം? ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് മൊസാദാണ്, പിന്നെ CIA ആണ്. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അമേരിക്കയുടെ വളർത്തുപുത്രിയായ മാനസപുത്രിയായ ഇസ്രായേലല്ലേ? സംശയം എന്താ? ആ ഇസ്രായേലിന്റെ തന്ത്രം ഇസ്ലാമിനെ ഇവിടെ വളരാൻ അനുവദിക്കില്ല. എന്താ കാരണം അങ്ങനെ തീരുമാനിക്കാൻ? ഇസ്ലാം യുഗാന്തരങ്ങൾ പിന്നിട്ടിട്ടും ഒരു യുവാവിന്റെ പ്രസരിപ്പോടുകൂടെ നിൽക്കുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതീർണമായ വിശുദ്ധമായ ഖുർആന്റെ ഓരോ വാക്യങ്ങളും, ഓരോ സൂര്യോദയങ്ങളും പൂർവോപരി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ലിപികളെ, തങ്കലിപികളെ വർണ്ണമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രയോഗങ്ങൾ ലോകം അംഗീകരിക്കുന്നു. അതിന്റെ തെളിവ് ടെക്സാസിലെ ഡെല്ലാസ് വിമാനത്താവളത്തിലും, ഫ്ലോറിഡയിലെ ന്യൂ ഓർലൻഡ്സ് വിമാനത്താവളത്തിലും, ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിലും, പാരീസിലെ ചാൾസ് വിമാനത്താവളങ്ങളിലുമെല്ലാം ചെന്ന് നോക്കിയാൽ നിസ്കാര സമയമാകുമ്പോ മുസല്ലയൊന്നും കിട്ടിയില്ലെങ്കിലും കയ്യിലുള്ള വസ്ത്രം ഉപയോഗിച്ച് പത്രം എയർപോർട്ടിൽ വിരിച്ച് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുന്ന പാശ്ചാത്യരായ ജനലക്ഷങ്ങളെ ഇപ്പറഞ്ഞ വിമാനത്താവളങ്ങളിലും അതോടൊപ്പം തന്നെ പല കളിസ്ഥലങ്ങളിലും അവിടെയൊക്കെ നടക്കുന്ന ബേസ്ബോൾ ആവട്ടെ, ബാസ്കറ്റ് ബോൾ ആവട്ടെ, റഗ്ബി ആവട്ടെ, ഫുട്ബോൾ ആവട്ടെ, അതൊക്കെ കളിക്കുന്ന കളിക്കളങ്ങളിൽ നിസ്കാര സമയമാകുമ്പോ കൃത്യനിഷ്ഠയോടുകൂടെ നിസ്കരിക്കുന്ന അനേക ലക്ഷം പാശ്ചാത്യര ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നു എന്ന കാരണത്താൽ ഇസ്ലാമാണോ ഇനി വരാൻ പോകുന്ന ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പാശ്ചാത്യന് ഭയമാണ്. അതിന്റെ പേരിൽ അവർ പടച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ് IS. അത് ഇസ്രായേലിന്റെ സംഘടനയാ. ഏതൊരു സംഘടനയ്ക്കും നേതാവും നേതൃത്വവും പാരമ്പര്യവും ജന്മവും ഉണ്ട്. ISന് ഏതാ ഉള്ളത്? ISന് ആരാ ഉള്ളത്? ഇത് പറയുമ്പോ ആരും വെറുപ്പ് വിചാരിച്ചിട്ട് കാര്യമില്ല. അവരെയൊക്കെ വളർത്തി വലുതാക്കിയ ചില വിദഗ്ധത്തിന്റെ കക്ഷികൾ ഈ രാജ്യത്തുണ്ട് എന്നത് തർക്കിക്കാൻ സമ്മതിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അൽ ഖ്വയ്ദയാവട്ടെ, ലഷ്കറെ ത്വയ്ബയാവട്ടെ, അതല്ലെങ്കിൽ അതേപോലത്തെ സമാനമുള്ള പരിപാടികളാവട്ടെ, അതെല്ലാം മൂത്തു വന്നിട്ടാണ് ISലേക്ക് എത്തിയത്. അതിലേക്ക് ആരെങ്കിലും മെമ്പർഷിപ്പായി പോയിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽ നിയന്ത്രിക്കുന്ന ഈ സംഘടനയിൽ ആരെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ പോയതിൽ ബിദ്അത്തിന്റെ കക്ഷികളാ, സംശയം വേണ്ട അക്കാര്യത്തിൽ. അതിന്റെ മറ്റൊരു പതിപ്പ് ജമാഅത്തെ ഇസ്ലാമി, യൂസഫുൽ ഖർദാവി എന്ന് പറഞ്ഞ് ഖത്തറിൽ നിന്ന് ഇസ്ലാമിന്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ടുകൊണ്ട് പ്രബോധന പ്രഭാഷണങ്ങൾ നടത്തുന്ന അദ്ദേഹത്തെ വരെയും അവിടുത്തെ ഗവൺമെന്റ് നിരോധിച്ചു ഭീകരവാദത്തിന്റെ പേരിൽ. ഞാനിത് പക്ഷപാതം പറയുകയല്ല. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ ചെറിയ ചെറിയ സപ്പോർട്ടുകൾ മുഖേന ചെറിയ നീർക്കോലി പാമ്പുകൾ അവസാനം വിഷമുള്ളതായി വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് എത്തിയെങ്കിൽ അതിന്റെ മാറ്റൊഴുകൾ കേരളത്തിലുള്ള കോഴിക്കോട് ജില്ലയിലെ അത്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ടായില്ലേ ദമ്മാസി സലഫിസം. ഇന്ന് കാണുന്ന ഈ സാഹചര്യങ്ങളിലൊന്നും ഇസ്ലാമിന് വളരാൻ സാധ്യമല്ല. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയം വേണമെങ്കിൽ നാട് വിട്ടുപോകണം, ആടുമയ്ക്കാൻ പോണം. അതിലൂടെ മാത്രമേ ഇസ്ലാമിനെ കിട്ടൂ. ഞാൻ ചോദിക്കട്ടോ, ഒരു പുരുഷായുസ് മുഴുവൻ കർമ്മഭൂമിയില് പകരക്കാരനില്ലാത്ത അമരക്കാരനായി നിലനിന്ന മഹാനായ കാന്തപുരം AP ഉസ്താദിനെ പോലെയുള്ള ആളുകള് അവരുടെ പ്രബോധനങ്ങളില്ലാത്ത രാവുകളുണ്ടോ? അവരുടെ പ്രവർത്തനങ്ങളില്ലാത്ത മേഖലകളുണ്ടോ? അവരുടെ അനുയായികളില്ലാത്ത ഭൂമി ലോകമുണ്ടോ? 7 ഭൂഖണ്ഡങ്ങളിലുമുണ്ടല്ലോ. എന്തേ അവരെയും അവരുടെ ആളുകളെയും ഒന്നും ഇത്തരം ആളുകളാക്കി മാറ്റാൻ കഴിയാത്തത്? കർമ്മശേഷിയുള്ള, കരുത്തുറ്റ, ദിശാബോധമുള്ള, ആർജവമുള്ള, ദൃഢതയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള നേതൃത്വമായതിന്റെ പേരില് ഒരു സുന്നി വിശ്വാസിയും അതിലേക്ക് പോകാത്തത്, പോകുന്ന ചരിത്രവും ഉണ്ടാവില്ല. പിന്നെ പോയതാരാ? നേരത്തെ പറഞ്ഞ സലഫി കക്ഷികൾ. അതുകൊണ്ട് ഇതൊക്കെ വെറും വികാരപരമായ വർത്തമാനങ്ങളല്ലാതെ, പക്ഷപാതമല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ അമുസ്ലിം സഹോദരങ്ങൾ ഈ സദസ്സിൽ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
ഈ ഭാഗത്ത് ഒരുപാട് അമുസ്ലിം സഹോദരങ്ങളുണ്ട്. മുഹമ്മദ് നബി ഒരിക്കലും അമുസ്ലിമായതിന്റെ പേരിൽ അവരെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല, സംശയം വേണ്ട. മുഹമ്മദ് നബി ഒരിക്കലും അമുസ്ലിങ്ങളെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. സൂറത്തുൽ ഗാശിയ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, വിശുദ്ധമായ ഖുർആൻ 88-ാമത്തെ അധ്യായമാണത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിന് മുഹമ്മദ് നബിയോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത് എന്താണെന്നറിയുമോ? നിങ്ങളൊക്കെ ഏഷണി കൊണ്ടും ഭീഷണി കൊണ്ടും തോക്കുകൊണ്ടും നിങ്ങൾ ഇസ്ലാമല്ലാത്ത ആളുകളെയൊക്കെ മുസ്ലിങ്ങളാക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ആത്യന്തികമായി സ്വർഗമുണ്ട്, വിശ്വാസികളായ ആളുകൾക്ക് ഫീ ജന്നത്തുൻ ആലിയ, ഉയർന്ന സ്വർഗമുണ്ട്. ലാ തസ്മഉ ഫീഹാ ലാഗിയ, അവിടെ അനാവശ്യമായ വർത്തമാനങ്ങളൊന്നും കേൾക്കില്ല. ഫീഹാ ഐനുൻ ജാരിയ, അവിടെ ഒലിക്കുന്ന ധാരാളം നദികളുണ്ട്. ഫീഹാ സുറുറും മർഫൂഅ, അവിടെ ഉയർന്നതായ കട്ടിലുകളും ചാരുകസേരകളും അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്വർഗത്തിന്റെ വിവിധങ്ങളായ അനുഭൂതികളെ വരച്ചിട്ട് ജനസമൂഹത്തെ അതിലേക്ക് ആഹ്ലാദിപ്പിച്ചതിന്റെ ശേഷം ഇനി എങ്ങനെയാണ് ആ സ്വർഗം കിട്ടുന്നത്? വാളെടുത്തിട്ട് ഇസ്ലാമാവടാ എന്ന് പറഞ്ഞ് ഭീകരവാദത്തിലൂടെ ഇസ്ലാമാക്കിയിട്ടാണോ? അല്ല. അല്ലെങ്കിൽ ഇസ്ലാമായില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണോ? അല്ല. പിന്നെ അതേ വാചകം അതേ 88-ാമത്തെ അധ്യായത്തിൽ പിന്നീട് പറയുന്നത് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, സുവോളജി പഠിക്ക്, നിങ്ങൾ ഒട്ടകത്തെക്കുറിച്ച് പഠിക്ക്, അതിലൂടെ ദൈവത്തെ കണ്ടെത്താൻ കഴിയും. ആസ്ട്രോണമി പഠിക്ക്, വാനലോകത്തിലേക്ക് നോക്ക്. ഇന്ന് ചൊവ്വയിൽ മനുഷ്യന്മാർ കൂടുകൂട്ടാനുള്ള ശ്രമം വരെ നടക്കുന്നു, അതേക്കുറിച്ച് പഠിക്ക്, നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾ ആഴത്തിൽ പഠിക്ക്, നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. ഏറ്റവും വലിയ പർവ്വതമായ എവറസ്റ്റ് കൊടുമുടി ഭൂമി ലോകത്ത് നിന്ന് എത്രത്തോളം ആകാശത്തിലേക്ക് ഉയർന്നോ അത്രത്തോളം ഭൂമിയുടെ അടിയിലേക്കുമുണ്ട് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. ഇങ്ങനെ അതേക്കുറിച്ച് പഠിക്ക്, ദൈവത്തെ കണ്ടെത്താം. ഭൂമിയെക്കുറിച്ച് നിങ്ങൾ പഠിക്ക്, പരത്തപ്പെട്ടത് എങ്ങനെയാണെന്ന്. ഇങ്ങനെ ആകാശങ്ങളെക്കുറിച്ച്, ഭൂമികളെക്കുറിച്ച്, വാനലോകത്തെക്കുറിച്ച്, ബയോളജിയെക്കുറിച്ച്, അനാട്ടമിയെക്കുറിച്ച്, ശരീരശാസ്ത്രത്തെക്കുറിച്ച് ഒക്കെ പഠിക്കുമ്പോ മുഹമ്മദ് നബി പറഞ്ഞ ദൈവത്തിലേക്കെത്താൻ കഴിയും. ഫദക്കിർ, എന്നാ മുസ്ലിങ്ങളുണ്ടല്ലോ, മുമ്പിരിക്കുന്നുണ്ടല്ലോ, കേട്ടോ, പഠിച്ചോ. ഫദക്കിർ, മുഹമ്മദ് നബിയെ ഇത് പറഞ്ഞു കൊടുക്ക്. നിങ്ങള് ഇന്നമാ അന്ത മുദക്കിർ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളു മാത്രമാണ്, നിങ്ങൾ ഉദ്ബോധകൻ മാത്രമാണ് കേട്ടോ. ദൈവമുണ്ട്, ദൈവത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി, അതിൽ വിശ്വസിച്ചാൽ സ്വർഗമുണ്ട്. സ്വർഗം ഇന്ന 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 രൂപത്തിലാണുള്ളത്. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്കെത്താൻ ഭൗതികമായ വിഷയങ്ങളും ആത്മീയമായ വിഷയങ്ങളും നിങ്ങൾ പഠിക്ക്, അത് പറഞ്ഞു കൊടുക്ക് നബിയെ. ഇന്നമാ അന്ത മുദക്കിർ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഉദ്ബോധകൻ മാത്രമാണ്. അടിവരയിട്ട് പഠിക്കണം. IS എന്തെങ്കിലും കോപ്പറാറ്റിത്തരങ്ങൾ കാണിക്കുമ്പോ മുസ്ലിങ്ങളുടെ മുഖത്തേക്ക് ആഞ്ഞു കയറാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് പിന്തിരിപ്പൻ പ്രതിലോമ നാഷിസ്റ്റ് ശക്തികളുണ്ട്. നമ്മുടെ ടിവിയിലൊക്കെ സ്ഥിരം കാണുന്ന TG മോഹൻദാസ് സാറിനെ പോലത്തെ ആളുകള്, അവരൊക്കെ ഒന്ന് പഠിച്ചോ. ലസ്ത അലൈഹിം, ലസ്ത നബിയെ നിങ്ങളല്ല, അലൈഹിം അവരുടെ മേലിൽ. ആരുടെ മേലില്? അവിശ്വാസികളായ ആളുകളുടെ മേലിൽ. ഓ പ്രിയപ്പെട്ട നബിയെ നിങ്ങളല്ല മുസൈത്തിരിൻ, മുസൈത്തിരിൻ, നിങ്ങൾ ഒരു കാരണവശാലും അവരെ ആക്രമിക്കാനോ അതല്ലെങ്കിൽ അവരെ നിർബന്ധപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ തിരിയരുത്, അങ്ങ് ചെയ്യരുത്. അങ്ങേ അതിന് ബോധ്യപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായും അങ്ങൊരു പ്രബോധകൻ മാത്രമാണ്. കണ്ടോ, അങ്ങൊരു പ്രബോധകൻ മാത്രമാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ഇല്ലാ മൻ തവല്ലാ വ കഫർ, അവിശ്വസിക്കുകയും അക്രമം ചെയ്യുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. ടോണി ബ്ലെയർ കുമ്പസാരം നടത്തുന്നു. എന്താണ് ജോർജ് ബുഷിന്റെ കാലഘട്ടത്തില് മുസാദ് പറഞ്ഞു കള്ള പ്രമാണങ്ങള്, ഇന്റലിജൻസ് പറഞ്ഞു കള്ള വാർത്തകള്, സദ്ദാം ഹുസൈന്റെ കാൽക്കീഴില് രാസായുധം ധാരാളമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ആകയാൽ ആ രാജ്യത്തെ തകർത്തുകളയണം, കൊന്നുകളയണം എന്ന് പറഞ്ഞു. അത് കള്ളവർത്തമാനമായിരുന്നു എന്ന് ടോണി ബ്ലെയർ ലോകത്തിന്റെ മുമ്പിൽ കുമ്പസാരം നടത്തുമ്പോ ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത ബ്രിട്ടനിലുള്ള നിരവധി പട്ടാളക്കാരുടെ, മരിച്ചുപോയ പട്ടാളക്കാരുടെ കുടുംബങ്ങള് ടോണി ബ്ലെയറിനെ
പ്രതിക്കൂട്ടിൽ കയറ്റി ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ അക്രമിയാണ്, നിങ്ങൾ മോശക്കാരനാണ്, എന്തിന്റെ പേരിലാണ് ആ യുദ്ധം നടത്തിയത്, എന്തിനാണ് ഞങ്ങളുടെ ബന്ധപ്പെട്ടവരെ അതിന്റെ പേരിൽ കൊലപ്പെടുത്തപ്പെടേണ്ടി വന്നത്, അത് തെറ്റായിരുന്നു എന്ന് ടോണി ബ്ലെയർ പറയുമ്പോ ടോണി ബ്ലെയറിനെ കൊല്ലാനാണോ നാം ശ്രമിക്കേണ്ടത്? ഖുർആൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, ഇല്ല മൻ തവല്ല വകഫർ, അവിശ്വസിക്കുകയും പിന്തിരിഞ്ഞു നടക്കുകയും മോശത്തരം കാണിക്കുകയും അന്യായം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ഫയുഅദ്ദിബുഹുമുല്ലാഹുൽ അദാബൽ അക്ബർ, വേദനാജനകമായ ശിക്ഷയ്ക്ക് ഞാൻ പിന്നീട് വേദി ഒരുക്കുന്നതാണ്, നിങ്ങൾ അവരെ കൊല്ലാൻ നിൽക്കണ്ട. ഇന്ന ഇലൈനാ ഇയാബഹും, ഇന്ന ഇലൈനാ ഇയാബഹും, അവരെല്ലാം നമ്മളിലേക്കാണ് മടക്കപ്പെടുന്നത് കേട്ടോ, അവര് മടങ്ങേണ്ടത് നമ്മുടെ അടുത്തേക്കാണ് എന്നു മാത്രമല്ല സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, അവരുടെ വിചാരണ ചെയ്തത് തെറ്റാണോ ടോണി ബ്ലെയറെ, ജോർജ് ബുഷേ, അതേപോലെ ഒരുപാട് ചെമ്മാടിത്തരം ചെയ്ത ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ടല്ലോ, അവരെയൊക്കെ പിടിക്കുന്ന ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിയമം കൈകാര്യം ചെയ്യണ്ട, നിങ്ങൾ ആരെയും ഇസ്ലാമാക്കണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹിയോട് വരെ അല്ലാഹുവാണ് പറഞ്ഞതെങ്കിൽ ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ഈ മനുഷ്യരാശിയെ കൊല്ലുന്നത്? മീൻ മേടിക്കാൻ പോയവനെയും ബസ് കാത്തു നിന്നവനെയും പൊതുചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിരപരാധികളെയും പള്ളിയിൽ നമസ്കരിക്കാനെത്തിയവരെയും കൊല്ലുന്നത് ആരുടെ തൃപ്തിക്ക് വേണ്ടിയാ? അല്ല അല്ല അല്ല, ഇത് ഇസ്ലാമല്ല, ഇത് മുസ്ലിങ്ങളല്ല, ഇത് ജൂതന്മാരുടെ കെണിവലകളിൽ പെടുത്തി അവരുണ്ടാക്കിയ ഒരു സംഘടന ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് കരുതിയിരിക്കണം. മുസ്ലിങ്ങളെ ഭീകരന്മാരാക്കുന്ന ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിജിയെ കൊന്നത് മുസ്ലിമാണോ? ഇന്ദിരാഗാന്ധിയെ കൊന്നത് മുസ്ലിമാണോ? രാജീവ് ഗാന്ധിയെ കൊന്നത് മുസ്ലിമാണോ? ലക്ഷക്കണക്കായ ആളുകളെ ഗ്യാസ് ചേമ്പറയിൽ അടച്ചിട്ട് അതിലേക്ക് വിഷവാതകം നിറച്ചുവിട്ട് മരിച്ചു ഇഞ്ചിഞ്ചായി മരിച്ച ഹിറ്റ്ലർ ഉണ്ടല്ലോ, കൊലപ്പെടുത്തിയ ഹിറ്റ്ലർ, അയാൾ മുസ്ലിമായിരുന്നോ? ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നടത്തി അമേരിക്കക്കാരൻ ജപ്പാനില് നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങളെ കൊന്നുകളഞ്ഞു. അത് മുസ്ലിങ്ങളാണോ അത് ചെയ്തത്? 10 ലക്ഷം ഇന്തോനേഷ്യക്കാരെ കൊന്നൊടുക്കി. സുഹാർത്തോവിനെ അന്ന് കൊലപ്പെടുത്തി 1965 കാലങ്ങളിലാണ്. അത് മുസ്ലിങ്ങളാണോ ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, വിയറ്റ്നാമിൽ നാപ്പോം ബോംബ് ഉപയോഗിച്ച് വിഷവാതകം ഉപയോഗിച്ച് ലക്ഷങ്ങളെ കൊന്നുകളഞ്ഞു, മുസ്ലിങ്ങളാണോ? ചിലിയിൽ സൽവോദാർ ദാർക്കർ എന്ന് പറയുന്ന വലിയ രാജ്യസ്നേഹിയും ഭരണാധികാരിയുമായിരുന്നു, അദ്ദേഹത്തെ കൊന്നു, മുസ്ലിങ്ങളല്ല. സൗദി അറേബ്യയുടെ പ്രഗത്ഭനായ രാജാവായിരുന്ന ഫൈസൽ രാജാവിനെ കൊന്നത് മുസ്ലിമാണോ? അല്ലല്ലോ. സുഡാനിലും കെനിയയിലും ലിബിയയിലും താൻസാനയിലും ഒക്കെ മുസ്ലിങ്ങളാണോ അവിടെയൊക്കെ കലാപം നടത്തിയത്, കൊലപാതകം നടത്തിയത്? ഒരിക്കലുമല്ല. നേരത്തെ പറഞ്ഞ ഇറാഖില് 10 ലക്ഷത്തിലധികം ആളുകളെ കൊടും കൊല ചെയ്തത് മുസ്ലിങ്ങളല്ല. ഫലസ്തീൻ എത്ര കാലമായി അമേരിക്കയുടെ മാനസപുത്രിയായ ഇന്നിവിടെ കുറ്റിവെക്കുന്നു, ഞങ്ങളുടെ രാജ്യാന്നും പറഞ്ഞ്. നാളെ നേരം വെളുക്കുമ്പോ കുറ്റി പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുന്നു. അതിർത്തികൾ നിശ്ചയിക്കാത്ത ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും നന്ദികെട്ട നിന്ദ്യരായ ഒരു സമൂഹമല്ലേ ഇസ്രായേൽ? അതിർത്തി നിശ്ചയിച്ചിട്ടില്ല രാഷ്ട്രത്തിന്, ഓരോ ദിവസവും കുറ്റി പറിച്ച് മാറ്റി വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഇസ്രായേലുകാർ കൊന്നുകളഞ്ഞ ലക്ഷക്കണക്കായ പലസ്തീനുകളുണ്ട്. ആ പലസ്തീനുകളെയൊക്കെ കൊന്നത് മുസ്ലിങ്ങളാണോ? ഫ്രഞ്ച് വിപ്ലവം നടന്നു, ലോകത്ത് റഷ്യൻ വിപ്ലവം നടന്നു, കൊന്നത് മുസ്ലിങ്ങളാണോ? ടിയാനൻമെൻ സ്ക്വയറിൽ 1 ലക്ഷം ആളുകളെ ഒരൊറ്റ ദിവസം ബുൾഡൗസർ ഉപയോഗിച്ച് കൊന്നുകളഞ്ഞു, മുസ്ലിങ്ങളാ? എണ്ണിപ്പറയാൻ എമ്പാടുമില്ലേ? ഈ ധിക്കാരങ്ങൾ മുഴുവൻ ചെയ്ത ആളുകള് അമുസ്ലിങ്ങളാ. എന്നിട്ട് ഇസ്ലാമിന്റെ പേരുകെട്ടി ഇസ്ലാമിന്റെ പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി കുറച്ചാളുകളെ കൊന്നുകളഞ്ഞപ്പോ മുസ്ലിം ഭീകരതയാണ്, ഇസ്ലാമാണ് അതൊക്കെ ചെയ്തത്. തെമ്മാടിത്തരമാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് കരുതിയിരിക്കാൻ മുസ്ലിങ്ങളായ നാം ബാധ്യസ്ഥരാണ്. ഇതൊക്കെ നടക്കുമ്പോ അധികാരം കയ്യിലെടുക്കാനോ ആക്രമിക്കാനോ സാധാരണക്കാരനെ കൊല്ലാനോ അല്ല നമ്മൾ പോകേണ്ടത്. വിശുദ്ധമായ ഖുർആനിലെ 88-ാമത്തെ അധ്യായം ഞാൻ ഓർമ്മപ്പെടുത്തി. ഹുമ്മ ഇന്ന ഇലൈനാ ഇയാബഹും, എന്നിലേക്കാണ് നിങ്ങളുടെയൊക്കെ മടക്കം, എന്നിലേക്കാണ് നിങ്ങളുടെയൊക്കെ മടക്കം. അതേപോലെ തന്നെ ഞാനാണ് നിങ്ങളെയൊക്കെ ഇനി ഹിസാബ് ചെയ്യാൻ പോകുന്നത്, ചോദ്യം ചെയ്യാൻ പോകുന്നത്. ആയതുകൊണ്ട് ആ നാൾ വരെ കാത്തിരിക്കുക, ക്ഷമിക്കുക എന്ന് വിചാരിച്ച് ഭീകരന്മാരാവണമെന്നല്ല. നമ്മളെ അടിച്ചിറക്കി നമ്മളുടെ വീടുകൾ കയ്യേറാൻ ഒരാൾ വന്നാൽ പ്രതികരിക്കണം. നാം ജനിച്ചു വീണ ഈ മണ്ണിൽ നിന്ന് മണ്ണ് വിട്ടുപോകണം, ഈ രാജ്യം വിട്ടുപോകണമെന്ന് പറഞ്ഞാൽ പ്രതികരിക്കണം.
അതൊക്കെ അനിവാര്യമായ സമരങ്ങൾ, അത് ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്ന സമരങ്ങൾ, ഇത് അനാവശ്യമായ സമരങ്ങൾ. അതുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് പഠിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അനുസരിച്ച് ജീവിക്കുക. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ ഖുത്ബ നടത്തിയപ്പോ ആ ഖുത്ബ പ്രസംഗങ്ങൾ ഇന്ന് ലൈവായിട്ട് വോയിസിലൂടെ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട്. അവര് വരെ സമ്മതിച്ചു ദമ്മാസ് സലഫികൾ ഉണ്ടാവാൻ കാരണം എന്താ, ഇമാതിരി വിഷയങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താ, ഒരു ഗുരുവര്യരിൽ നിന്ന് ഇസ്ലാം പഠിക്കാത്തതിന്റെ കാരണമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ഗുരുവര്യരിൽ നിന്ന് ഇസ്ലാം പഠിച്ചില്ല. യൂട്യൂബിലും അതേപോലത്തെ സംഭവങ്ങളിലും സെർച്ച് ചെയ്ത് കിട്ടുന്ന വിഷയങ്ങൾ മനസ്സിലാക്കി അതിന്റെ സത്യാവസ്ഥകളോ അതിന്റെ യാഥാർത്ഥ്യങ്ങളോ മനസ്സിലാക്കാതെ അതപ്പാടെ വിഴുങ്ങിയതുകൊണ്ട് അടിവരയിട്ടവർ ഓർമ്മപ്പെടുത്തുന്നു, ഒരു ഗുരുവര്യരിൽ നിന്ന് പഠിക്കാതെ ഇസ്ലാമിനെ പഠിച്ചു. അവിടെയാണ് അവര് സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി, അവരുടെ സംഘടന, ഉസ്താദുമാരുമായുള്ള ബന്ധം, അവരുടെ തർബിയത്ത്, അതിന്റെയൊക്കെ അനിവാര്യത ഇല്ലാത്തതിന്റെ പേരിലാണ് സുന്നികളല്ലാത്ത ഈ ആളുകളൊക്കെ ഇത്തരത്തിലുള്ള അപായത്തിലേക്ക് കടന്നു പോകുന്നത്. അല്ലാഹു തആല അവരെയും നമ്മെയും ഒക്കെ നന്നാക്കി തരട്ടെ. പോയ ഇസ്സത്ത് ഇസ്ലാമിക സമൂഹത്തിന് നൽകുകയും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വാംശീകരിക്കുന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ കുളിർ തന്നെ നിൽക്കാൻ ഒരുപാട് ആളുകൾക്ക് ഭാഗ്യം ലഭിക്കുകയും ചെയ്യുമാറാവട്ടെ. അതേ ഇസ്ലാമിനെ വിശ്വസിക്കുകയും അതേ ഇസ്ലാമിനായി മരിക്കുകയും അതേ ഇസ്ലാമിന്റെ വ്യക്തിതാക്കളോടുകൂടെ നാളെ സ്വർഗത്തിലെത്താനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. اللهم اجمع المسلمين على كلمة لا إله إلا الله محمد رسول الله صلى الله عليه وسلم وآخر دعوانا الحمد لله رب العالمين. صلاة أبو ياسين. السلام عليكم ورحمة الله وبركاته.